തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേർ സി പി എം വിട്ട് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ആർ എസ് പിയിലേക്കും ഒക്കെ ചേക്കേറിയിരിക്കുന്നു. അവരുടെ പടിയിറക്കം എൽ ഡി എഫിനെ ബാധിക്കുമോ? അതാണ് പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത്. സി പി എം വിട്ട് സി എം പി രൂപീകരിച്ചിട്ടുണ്ട് എം വി രാഘവൻ. സി പി എം വിട്ട് ജെ എസ് എസ് രൂപീകരിച്ചിട്ടുണ്ട് കെ ആർ ഗൗരിയമ്മ. ഈ 2 കരുത്തർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല സി പി എമ്മിനെതിരെ. ജെ എസ് എസ് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. സി എം പിയുടെ കാര്യവും അതുപോലെ തന്നെ. എന്തായാലും ഇപ്പോൾ ഇറങ്ങുന്നത് ചാനൽ പോരാളികളും ഇടതുപക്ഷ സഹയാത്രികരും ഒക്കെയാണ്. അതിൽ ഒന്നാമതായി നമുക്ക് ഹസ്കറിൻ്റെ കാര്യമെടുക്കാം. ഹസ്കർ സി പി എം വിട്ട് പോയിരിക്കുന്നത് ആർ എസ് പിയിലേക്കാണ്. ആർ എസ് പിയിലേക്ക് ഹസ്കറിന് പോയാൽ ഭാവി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ആർ എസ് പി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പിടിയിലാണ്. ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ ചവറയിൽ മത്സരിക്കുന്നു. പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്ത് മത്സരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആർ എസ് പിയിൽ ഹസ്കറിന് ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം കിട്ടില്ല. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം ഹസ്കർ ആർ എസ് പിയിലേക്ക് പോയത്. മറ്റൊരാൾ റജി ലൂക്കോസ് ആണ്. റജി ലൂക്കോസിൻ്റെ കൂടുമാറ്റം ബി ജെ പിയിലേക്കാണ്. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ചില സാമ്പത്തിക തട്ടിപ്പുകൾ റജി ലൂക്കോസ് നടത്തിയിരുന്നു എന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം. എന്തായാലും റജി ലൂക്കോസ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ്. കടുത്തുരുത്തിയിലോ ഏറ്റുമാനൂരോ റജി ലൂക്കോസ് സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യും. 2ഇടത്തും റജി ലൂക്കോസ് ജയിക്കില്ല എന്നുള്ളത് പരമാർത്ഥം. റജി ലൂക്കോസിനെ എടുക്കുന്നത് വഴി ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാം എന്നുള്ള ബി ജെ പിയുടെ മോഹവും തകർന്ന് തരിപ്പണമാകും. മറ്റൊന്ന് എ സുരേഷാണ്. അതല്പം വൈകാരികമായ പോക്കാണ്. വി എസിൻ്റെ വിശ്വസ്തനായിരുന്ന എ സുരേഷ്, ബി എസ് മകനെ പോലെ കൊണ്ടു നടന്ന എ സുരേഷ് മലമ്പുഴയിൽ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് അറിയുന്നത്. സുരേഷ് പറയുന്നത് തന്നെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചെടുത്തില്ല എന്ന ന്യായമാണ്. ഇടതുപക്ഷത്തിൽ താൻ അടിയുറച്ച് നിന്നു, പക്ഷേ സസ്പെൻഡ് ചെയ്ത ശേഷം പാർട്ടി തിരിച്ചെടുത്തില്ല. ഈ സാഹചര്യത്തിൽ സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട് എത്തുമ്പോൾ എ സുരേഷ് അതിൽ പങ്കുചേരുകയും അദ്ദേഹം യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യും. മലമ്പുഴയിൽ സുരേഷ് ജയിക്കുന്ന കാര്യം സംശയമാണ്. കാരണം മലമ്പുഴയിൽ സുരേഷ് മത്സരിച്ചാൽ ബി എസിൻ്റെ മകൻ ബി എ അരുൺകുമാറിനെ തന്നെ ഇറക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം. എന്തായാലും സുരേഷിൻ്റെ പോക്ക് അല്പം വൈകാരികമായ പോക്കാണ്. പക്ഷേ അത് പാർട്ടിയെ ബാധിക്കില്ല. സുരേഷ് ഇപ്പോൾ പാർട്ടിയിൽ ഒന്നുമല്ല. ബി എസ് ഉള്ള കാലത്ത് സുരേഷിന് കരുത്തുണ്ടായിരുന്നു. പിന്നീട് സുരേഷ് പുറം നാട്ടിലൊക്കെ പോയി ജോലി ചെയ്ത് മടങ്ങിയെത്തി ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ പറ്റുക എന്നുള്ളത് ഭാഗ്യമാണ്. ഇനി ഒരാൾ പ്രേംകുമാറാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാർ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഇടതുപക്ഷ സഹയാത്രികനായി നിന്നുകൊണ്ട് ദേശാഭിമാനിയിലും മറ്റും ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. പ്രേംകുമാർ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് കോൺഗ്രസ് ലാവണത്തിലാണ്. പ്രേംകുമാറിന് വേണ്ടി കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്ന മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കര പ്രേംകുമാർ ജയിക്കാൻ പ്രയാസമാണ്. നടനെന്ന നിലയിൽ പ്രേംകുമാർ ഔട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിൻ്റെ പോക്കും സി പി എമ്മിനെ ബാധിക്കില്ല. മറ്റൊന്ന് പി കെ ശശിയാണ്. പാലക്കാട് അല്പം ജനസ്വാധീനമുള്ള നേതാവാണ് പി കെ ശശി. അവിടെ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ് സി പി എം വിമതർ ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അത് പി കെ ശശിയുടെ ആശീർവാദത്തോടു കൂടിയാണ് എന്നാണ് അണിയറ സംസാരം. പി കെ ശശി പോകുന്നത് സി പി എമ്മിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രാദേശികമായി ബാധിക്കും. പക്ഷേ പി കെ ശശിയുടെ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി
എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടറിയാം. ടി.പി. ചന്ദ്രശേഖരൻ രൂപീകരിച്ച RMPയെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി. ചന്ദ്രശേഖരനെ പോലെ അത്ര വലിയ സംഘാടകനുമല്ല PK ശശി. അതുകൊണ്ട് തന്നെ ഈ പോരാളികളുടെ പടിയിറക്കം CPMനെ ഒട്ടും ബാധിക്കില്ല എന്ന് വേണം കരുതാൻ. അതേസമയം കോൺഗ്രസിൽ കലാപവും ഉണ്ടാകുന്നു. പ്രേംകുമാർ അരുവിക്കര മത്സരിക്കാനെത്തുമ്പോൾ അരുവിക്കര മോഹിച്ച് ഒരുപാട് സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ട്. അവർക്കുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. റജി ലൂക്കോസ് കടുത്തുരുത്തിയിലോ ഏറ്റുമാനൂരോ മത്സരിക്കുമ്പോൾ BJPക്ക് വേണ്ടി ഏറെക്കാലം പ്രവർത്തിച്ച നേതാക്കളുണ്ട്. അവരുടെ അവസരം നഷ്ടപ്പെടും. സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുമ്പോഴും അതുതന്നെയാണ്. ഹസ്കറിന് എന്തായാലും മത്സരിക്കാനുള്ള വിധിയില്ല. കാരണം RSPയിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. എന്തായാലും ഈ 5 പോരാളികളുടെ ഇടതുപക്ഷ പോരാളികളുടെ പടിയിറക്കം വലിയ ചർച്ചയായി മാധ്യമങ്ങൾ, സൈബർ ഇടങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ ഈ പടിയിറക്കം CPMനെ ഒട്ടും ബാധിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല.